നമ്മളെ ഒന്നിപ്പിക്കുവാൻ വളരെ വ്യക്തമായ ഒരു വേദി നമുക്കുള്ളത് സമസ്ത കേരളത്തിലെ ഏറ്റവും വലിയ മഹല്ലത്തും കേന്ദ്രങ്ങളായ മദ്രസകളുമൊക്കെ കൈകാര്യം ചെടിക്ക് കീഴിൽ വേണ്ട ഒരുമിച്ച് നിന്നാൽ ഈ സംഭവം നമുക്കിവിടെ ചരിത്രം തെളിയും എന്നതിന്റെ ഒരുപാട് തെളിവുകൾ ഇത്രയും മനോഹരമായ വിജയം ഇവിടെ ഉണ്ടായത് പടച്ചറബ് കബൂൽ ആവട്ടെ. പടച്ചറബ് നിലനിർത്തി തരും. അതോടൊപ്പം തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗികമായ സുന്നി സംഘത്തിന്റെ മഹാസമ്മേളനമാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം 14 മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുന അലിക്കുട്ടി ഉസ്താദ് നയിക്കുന്ന ഒരു വലിയ ജാഥ വരുന്ന ഫെബ്രുവരി രാവിലെ എത്തി നിങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ആമുഖമായി ഞാൻ എന്റെ പ്രിയപ്പെട്ട കാരണം മലയാളവും ഇപ്പോൾ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിതെടുക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആളുകൾ ഇതുപോലെ സമത്വയുടെ വഴി തെരഞ്ഞെടുക്കുന്നതിന് കാരണം മറുപക്ഷത്തുള്ള ഓരോ പ്രവർത്തനങ്ങൾ നേരത്തെ ഇവിടെ ജബ്ബാർ സൂചിപ്പിച്ചതുപോലെ ചെയ്യും തോറും കണ്ണിയത്ത് ഉസ്താദിന്റെ ഉറൂസ് അവർ നടത്താൻ ശ്രമിച്ചതിന്റെ ശേഷമാണ് ഒരുപാട് ആൾ ഒന്നായിട്ട് ഉണ്ടാവില്ല നമുക്കൊക്കെ ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അതിദീർഘമായി പ്രഭാഷണം നടത്തുന്നില്ല. കാരണം മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരിമാണ് നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. വരികയും പ്രാർത്ഥന ഈ നിലനിർത്തുവാനാണ് നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. മുസ്ലിം ഉമ്മത്തിന്റെ പൂർവ്വകാല പാരമ്പര്യമാണ്. പരിശുദ്ധ റബീഉൽ അവ്വൽ വന്നണയുമ്പോൾ മുസ്ലിം ചെയ്യുന്ന പ്രവർത്തനം പോലെ ഈ മഹിതമായ ദിനത്തെ മാസത്തെ ആദരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചു. ഈ ലോകത്ത് പുണ്യപ്പെട്ട പലതുമുണ്ട്, അക്കൂട്ടുണ്ട്. അതുപോലെ തന്നെ സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു ദിനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിനം അഥവാ പകലിന്റെ കാര്യത്തിൽ നമ്മൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു പകലിന്റെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യപ്പെട്ട പകൽ അത് വിശുദ്ധ ഭൂമിയിൽ ജനസമൂഹം ഒരുമിച്ച് കൂടുന്ന ദുൽഹജ്ജ് മാസം 9 അന്നാണ് എന്നറിയുന്നു. അതിന്റെ അന്ന് നിങ്ങൾ അറഫ ഭൂമിയിൽ ഒരുമിച്ച് കൂടുന്ന ആ പുണ്യദിനം പകലിന്റെ കൂട്ടത്തിലെ ഏറ്റവും വിശുദ്ധമായ മുബാറക്കായ പകലാണെങ്കിൽ രാവിന്റെ കാര്യത്തിൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പാഠം നൽകിയ വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു ധരിച്ച ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട്. നിർണായക രാത്രിയാകുന്ന വിശുദ്ധ റമദാനിന്റെ രാത്രി, ആ രാത്രിയാണ് രാവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പാഠം. രാവിന്റെ വിഷയത്തിന് 2 പുണ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദീൻ പറയുന്നു ഈ ഇസ്ലാമിന്റെ മാർഗ്ഗരേഖകൾ അവലംബിച്ചു പോകുന്ന സന്ദർഭത്തിൽ സമയം അള്ളാഹുവിന്റെ വിശുദ്ധ രീതിയിൽ തുടർന്ന് വരും ചതിയും വഞ്ചനയും ഇല്ലാത്ത നേരായ ഒരു മാർഗം. നമുക്കതല്ലാത്ത മാർഗമല്ല എന്നില്ല എന്നും അറിയാമല്ലോ. അതുകൊണ്ട് ആ മാർഗം ശരിക്കും വിജയിപ്പിക്കുക. എല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ പുണ്യപ്പെട്ട പ്രവർത്തനത്തിന് നിങ്ങളാൽ കഴിയുന്ന സംഭാവന അർപ്പിക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ വളരെ മനോഹരമായി പരിപാടി വിജയിപ്പിക്കാൻ സംഘാടകർക്ക് വേറെ എവിടെയും തരി കൊടുക്കുന്നതിൽ പടച്ച റബ്ബ് നമുക്ക് ബർക്കത്ത് ചൊരിഞ്ഞു തരുമാറാവട്ടെ. അപ്പോൾ രാവിന്റെയും പകലിന്റെയും വിഷയം അങ്ങനെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. സമയത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പുണ്യപ്പെട്ട സമയം എന്ന ഒന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീണ ആ തിങ്കളാഴ്ച രാവിന്റെ സുബഹിയോടടുത്ത ആ സന്ദർഭമാണ്. രാവ് ാണ് ഏറ്റവും പുണ്യപ്പെട്ട വക്കത്ത്. അനായ ഒരു കടന്നു വന്ന പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നബിത്തങ്ങൾ പിറന്നു വീണ ആ സന്ദർഭം വനമാണ്. ആ സംഗതി നടന്ന അഥവാ നബിത്തങ്ങൾ പിറന്നു വീണ ആ രാവ് ലൈലത്തുൽ ഖദറിനേക്കാൾ ഉള്ള രാവാണ് എന്ന് പറയുന്ന മഹത്തുക്കളുണ്ട്. അതങ്ങനെ പറയാൻ കാരണം ഒരുപക്ഷെ ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമേറിയ രാവായിരുന്നു അത് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു പ്രയാസം. കാരണം മാസ
രാവല്ലേ? പിന്നെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണ ആ രാവ് അതിനേക്കാൾ മുൻകടക്കും എന്ന് പറഞ്ഞേക്കാം. പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ലൈലത്തുൽ ഖദർ എന്ന രാവ് ഈ ഉമ്മത്തിന്റെ മാത്രം സ്വത്താണ്. ലോകത്ത് ഒരുപാട് പ്രവാചകർ അവർക്കൊന്നും അത്തരമൊരു രാവ് ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കൊന്നും അത്തരമൊരു രാവ് പടച്ചറപ്പ് കൊടുത്തിട്ടില്ല. ഒരു പ്രവാചകന്മാർക്കും കൽപ്പിച്ച വലിയ കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാന്മാരായ നമ്മുടെ പൂർവ്വ വർഷങ്ങളോളം ഇബാദത്തെടുത്തുകൊണ്ട് പടച്ച റബ്ബിൽ നിന്ന് പുണ്യം നേടിയ മഹാത്മാക്കൾ കടന്നുപോയി. എന്നാൽ നമുക്ക് അത്രയും ആയുസില്ല. നമ്മൾ വളരെ ചുരുങ്ങിയ ആയുസ്സുമായി ജീവിക്കുന്ന ഒരു ആയുസ്സോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹമാകുന്ന നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കുറഞ്ഞ ആയുസ്സെ പരാമർശിക്കുന്നുള്ളൂ. മാബൈന സിത്തീന വസബഈൻ എന്നൊക്കെയല്ലേ പറയുന്നത്. അത് ചെറിയ ആയുസ്സുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നേടിയ പോലെ പുണ്യം നമ്മളെങ്ങനെ നേടും? അത് നമ്മുടെ പൂർവ്വഗാമികളാകുന്ന മുഹമ്മദീയ ഉമ്മത്തിലെ പൂർവികർക്ക് വലിയ ദുഃഖമായിരുന്നു, സ്വഹാബത്തിന് വലിയ വിഷമമായിരുന്നു. ഈ വിഷമം അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബുമായി പങ്കുവെക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഈ ദൈർഘ്യമില്ലാത്ത ജീവിത കാലഘട്ടത്തിൽ കൂടുതൽ പുണ്യം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു ദിനം പടച്ചറപ്പ് കൊടുക്കുമ്പോൾ അത് ആ ഉമ്മത്ത് കിട്ടാൻ അതുകൊണ്ട് തന്നെ നമുക്ക് 1000 മാസത്തെക്കാൾ പുണ്യമുള്ള ഒരുനായ ആള് ഈ ലാവ് ലഭിച്ചതിനേക്കാൾ പുണ്യമാകുമെന്ന് ഉറപ്പല്ലേ? ഇല്ലായിരുന്നു ഈ അപ്പോൾ അത്തരമൊരു രാവ്, ആ രാവ് പിന്നെ വർഷങ്ങളോളം ഇങ്ങനെ മടങ്ങി മടങ്ങി വരുമ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടു തങ്ങൾ പ്രവർത്തിച്ച് മാനിക്കുന്നു, സയ്യിദുന്നു കൂടി അവർ അവരുടെ സമ്മേളനം മഹല്ലം തന്നു. എങ്കിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള ഇതിലും നല്ല പ്രഭുക്കൾക്കും ഇസ്ലാമിന്റെ സൗകുമാര്യത ബോധ്യം നല്ല പടച്ചറപ്പ് നമുക്ക് നൽകുന്നു. രണ്ടാമത്തെ സുപ്രധാനമായ കാര്യമോ ഹുബ്ബുൻ നബി പ്രകടമാക്കുകയാണ്. നമ്മള് ഒന്നുമില്ല, പരിശുദ്ധ ഹബീബിനെ മാനിക്കണം നമ്മൾ. അത് രണ്ടും ഒരുമിച്ചേ പടച്ചറപ്പ് സ്വീകരിക്കൂ എന്നല്ല പരിശുദ്ധ പദം പറയുന്നത്. 3 കാര്യങ്ങൾ ഇണകളായിട്ടേ സ്വീകരിക്കൂ എന്ന് ദീൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് 3 വ്യക്തമായി അള്ളാഹുവിനെ അനുസരിക്കണം, അതുപോലെ പരിശുദ്ധ പ്രവാചകരെയും അനുസരിക്കണം. അള്ളാഹുവിற்கு വഴങ്ങ ഞാൻ അള്ളാഹുവിനെ മാനിക്കും, പടച്ചറപ്പിനെ ബഹുമാനിക്കും ചോദിക്കും എന്ന് പരിശുദ്ധ പ്രവാചകരെ ഒരു സാധാരണ മനുഷ്യന്റെ ഗണത്തിലേക്ക് നമ്മൾ കണ്ടാൽ ഒരു മനുഷ്യൻ പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മഹത്വത്തിൽ അപ്പുറം ഒന്നും കാണാൻ കഴിയില്ല എന്ന് പറയുന്നുവെങ്കിൽ അത് പടച്ചറപ്പിനെ നമ്മൾ അനുസരിക്കുന്ന പ്രവർത്തനം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന് അനുസരണം നിങ്ങൾ അംഗീകരിക്കണം, അല്ലാഹുവിന്റെ വഴങ്ങണം, അത് തീർച്ചയായും. രണ്ടാമത് ഇരട്ടയായി സ്വീകരിക്കുന്ന രണ്ടാമത്തെ കാര്യം പരിശുദ്ധ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, എത്ര നിസ്കരിച്ചിട്ടും ഫലമില്ല. അവൻ എന്താ കാര്യം? സാധ്യതയുള്ളൊരു മനുഷ്യൻ നിസ്കരിച്ചത് കൊണ്ട് കൊടുക്കണം, നിസ്കരിച്ചിട്ടും സ്വീകരിക്കുന്ന മൂന്നാമത്തത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അനിസ്കുർലി വലിവീക്, നന്ദി ചെയ്യണം. അവ മാതാപിതാക്കളെ നന്ദിയോടെ കാണാത്ത ചെയ്തവനെങ്കിൽ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. പരിശുദ്ധ ഖുർആൻ നേരിട്ട് പറഞ്ഞ ോട് നമുക്ക് ആദരവുണ്ടെങ്കിൽ ആ ആദരവ് നമ്മൾ പ്രകടമാക്കണം. അപ്പോഴേ പടച്ച റബ്ബിലേക്ക് ആ പ്രകടമാക്കാൻ
നടക്കുന്നത് പടച്ചറപ്പിന് ഇഷ്ടമാണ്, പരിശുദ്ധ പ്രവാചകർക്ക് ഇഷ്ടമാണ്. അതിനുവേണ്ടി പൂർവ്വകാലത്ത് ജനസമൂഹം മദ്ഹുകൾ പാടിയിട്ടുണ്ട്. നബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നബിതങ്ങളുടെ മുഖത്ത് നോക്കി മദ്ഹ് പാടിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നബിതങ്ങളെ നേരിട്ട് മുൻനിർത്തിക്കൊണ്ട് അങ്ങയുടെ ശഫാഅത്ത് എനിക്ക് പരലോകത്ത് വേണമെന്ന് പറഞ്ഞ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഒന്നും തടയുകയോ എതിർക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്ത ഒരു ചിത്രവും ചരിത്ര റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കി മുമ്പിൽ വന്നിട്ട് പറഞ്ഞ എന്താ? ശക്കാലഹു മിൻ അംരിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദു. മദീനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിതങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ നബിതങ്ങൾ ചെയ്ത രണ്ടല്ലേ, മൗനമായി നബികൾ നിൽക്കുകയോ ദേഷ്യപ്പെട്ട് നബിതങ്ങൾ തടയുകയോ അല്ലല്ലോ ചെയ്തത്. രണ്ട് ചെയ്തത് ആ വ്യക്തി അല്ലാഹു പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ വ്യക്തിയെ പരിപോഷിപ്പിക്കണേ എന്ന് അനുഗ്രഹത്തിന് മാതൃകയാണ്. നബിതങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹസ്സാനെ നിർത്തിക്കോന്നല്ല പറയേണ്ടത്. പ്രവാചകർ ചെയ്ത പള്ളിയിൽ അതിന്മേൽ ഇരുത്തിയിട്ട് പാടാൻ പറഞ്ഞാൽ മദ്ഹ് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ നബിതങ്ങൾക്ക് തങ്ങൾ അവിടെ വീഴ്ച ഒന്ന് പകർത്തണം നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെയും അതുപോലെ തന്നെ ഉണ്ടല്ലോ കടന്നു വരുന്ന എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ ആദ്യം എതിർത്ത ഒരു പ്രദേശമാണ്. പീഡിപ്പിച്ചു ഒട്ടകത്തിച്ച് നാട്ടിൽ വീടിന്റെ ചുറ്റുവട്ടത്ത് ആളുകൾ കാവൽ നിന്നുകൊണ്ട് നബിതങ്ങളെ ആ നാട്ടിർത്താക്കുന്ന വിധം സംവിധാനം ഉണ്ടാക്കി. അവസാനം ജയിച്ച് വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് ആ നാട്ടിലേക്ക് അതാ കടന്നു വരുന്നു. പുണ്യ അവർ ഒന്നിച്ചിങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് നാടിന്റെ ഞങ്ങൾക്ക് ഉണ്ടാകും എന്നവർ മനസ്സിലാക്കി. കാരണം ഒട്ടകത്തിന്റെ കൂട്ടവരും കല്ലെറിഞ്ഞവരും വിളിച്ചവരും നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട്. പലരും പേടിച്ച് നാട് വിട്ടു. നാട് വിട്ട കൂട്ടത്തിൽ നാട് വിട്ട ഒരാളാണ് കഅബ്. നബിതങ്ങളുടെ കടന്നു വന്നില്ല. എത്രത്തോളം പോലും പരിശുദ്ധ പരസ്യ പ്രഖ്യാപനം പരിശുദ്ധ പ്രവാചകർ നടത്തിയ എന്തൊരു മനോഹരമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ കൊണ്ട് ഓരോരിക്കുമ്പോൾ ശത്രുക്കൾ മനസ്സിലാക്കി പ്രതികാരമില്ല. കഅബിനും മനസ്സിലായി ഇതിന്റെ ഭാവമില്ല. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഒരുപാട് കവിതകൾ നബിക്കെതിരെ എഴുതിയവനാണ്. ഒരുവനാണ് സഹോദരൻ വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ നബി തങ്ങൾക്കുമെന്ന് പറഞ്ഞ് പടച്ചറപ്പ് പൊറുക്കുമില്ലാത്തതൊക്കെ ആ വിവരം വന്ന് കഅബിനോട് പറഞ്ഞപ്പോൾ കഅബ് നല്ല മനോഹരമായൊരു കവിത വിശുദ്ധ തിരുദൂതരെ ശരിക്കും ഒരു പ്രേമവാചനത്തിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ബാനത്ത് സുആദ് ആ കവിത ഇങ്ങനെ എഴുതിയിട്ട് നബി തങ്ങളെ മുമ്പിൽ കൊണ്ടു ചെന്നിട്ട് വെറും നബി തങ്ങളെ പുകഴ്ത്തുക എന്നല്ലാതെ ആ കവിതയ്ക്ക് യാതൊരു ലക്ഷ്യവും വേറില്ല. നേരെ ചെന്നിട്ട് നബി തങ്ങളെ മുമ്പിൽ വെച്ച് കവിത ഇങ്ങനെ പാടിയിട്ട് നബി തങ്ങൾ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞപ്പോ അവസാനം നബി തങ്ങൾ തന്റെ ഒരു പച്ചപ്പുതപ്പെടുത്തുകൊണ്ട് ഷാൾ അണിയിച്ചു. നമ്മളൊക്കെ സ്റ്റേജിൽ വിളിച്ചിട്ട് ആളുകളെ ഷാൾ അണിയിക്കുന്നത് എപ്പോഴാ അംഗീകാരം കൊടുക്കുമ്പോ ഇതിന്റെ ഒരു അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാൾ അണിയിച്ചുകൊണ്ട് മനോഹരമായി കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ അത് പ്രവർത്തനം പാടൽ. അപ്പോൾ പിന്നെ ഒരു സംശയത്തിന്റെ ലേശം പിന്നെ ബാക്കി നിൽക്കുന്നത് നബി തങ്ങളോട് നേരിട്ട് സഹായം ചോദിച്ചു എന്നുള്ള വിഷയമാണ്. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ കാര്യമാണ്. അയാൾ വന്നുകൊണ്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെയല്ലേ പറയുന്നത്. അറാബികൾ പോലും നബിയോട് അങ്ങനെ പറയുമ്പോൾ കാലഘട്ടത്തിൽ നബി തങ്ങളെ മനോഹരമായിട്ട് ആദ്യം നബി തങ്ങളെ നന്നായിട്ടാണ് പുകഴ്ത്തുക. നബി തങ്ങളെ നിങ്ങൾ മഹാനാണ്. വഅശ്ഹദു അന്നല്ലാഹ റബ്ബഹു
വഅന്നക അദ്നൽ മുർസലീന വസീലതൻ ഇലല്ലാഹി ഇബ്നുൽ റമൈൻ. ഇത് പറഞ്ഞിട്ട് കുല്ലി ഷഫാ ഫകുല്ലി ഷഫീഅൻ യൗമ ലാ ദു ഷഫാഅതി. ഒരു ഷഫാഅത്തുമില്ലാത്ത കാലത്ത് നിങ്ങൾ എനിക്ക് ഷാഫിയാകണം, ശുപാർശകനാകണം നബിയേ. ഫകുല്ലി ഷഫീഅൻ യൗമ ലാ ഇന്നൻ സവാദ് ഇബ്നു ഖാരിബി. മാദബിന് സഹായമൊരു ഘട്ടത്തിന്റെ പരിശുദ്ധമായ കൊണ്ട് ഒരു വിവരമില്ലാത്ത സാരാവി പറയും വിശുദ്ധ പ്രവാചകന്റെ എടോ ഇങ്ങനെ നബിതങ്ങളോട് ശഫാ ചോദിക്കാൻ നീ ആരാ? നബിതങ്ങളെ നിന്നെ എങ്ങനെയാ പടച്ചറപ്പിന്റെ മുമ്പിൽ രക്ഷപ്പെടുത്തുക? നമുക്ക് നീ എന്നുള്ള അല്ലാഹു ഇട്ട മഹാനോട് നമ്മൾ സഹായാർത്ഥന നടത്തുക എന്ന് പറയുന്നത് കഴിവിൽ നിന്ന് അയാൾക്ക് അല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും സമൂഹത്തിന് സംഭവിക്കില്ലല്ലോ. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ബുദ്ധിജീവിയായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചെന്നുകൊണ്ട് വാക്കുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വളരെ വ്യക്തബോധ്യമല്ലേ. ഇമാം പാണ്ഡിത്യമുള്ള മഹാൻ, ആ മഹാൻ റൗദന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഖസീദ പാടിയിട്ട് അവസാനം പറ വളരെ മനോഹരമായി പറയുന്നു. അനതാമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലിഅബീ ഹനീഫത ഫിൽ അനാമി സിവാക. നബി അബൂ ഹനീഫക്ക് ഭൂമിയിൽ നിങ്ങളല്ലാതെ മറ്റൊരാളുമില്ല നബിയെ. അബൂ ഹനീഫ പറയാൻ കാരണം താരുമില്ല എന്ന് പറഞ്ഞാൽ അത് നബി തങ്ങളോട് നേരിട്ട് തവസ്സുലിച്ച പടച്ച റബ്ബിന്റെ വസീല ഹബീബിനോട് അല്ലാഹുവിലെ മുമ്പിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥന കിട്ടാൻ ഉപകരിക്കൊണ്ട് പുണ്യ പ്രധാന ബോധ്യമുള്ള എന്ന് പറഞ്ഞ ലോകത്തെ ഇത്തരം അദ്ദേഹം അവിടെ ഏറ്റവും പ്രസിദ്ധമാണ് നബിയുടെ മക്ബറ. നബിയുടെ മക്ബറ വന്നത് അദ്ദേഹം അൻവർ ആണല്ലോ പിതാവ്. ഭർത്താവ് ഇസ്ഹാഖുൽ മദീനക്കാരൻ. പരിശുദ്ധ മദീനയിൽ ജനിച്ച് വളർന്ന് പരിശുദ്ധ മദീനത്ത് പഠിച്ച് ഉയർന്ന് അവിടുന്ന് പിന്നെയാണ് എന്ന് പറയുന്ന ജഅഫർ സാദിഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രനാ. സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഈജിപ്തിൽ താമസമാക്കി. ഈജിപ്തിൽ അവർ ഒരുപാട് സേവനം ചെയ്തു. അങ്ങനെ ഈജിപ്തിൽ വെച്ച് മരിക്കുക. ഈജിപ്തിൽ മരിക്കുന്ന പറയുന്ന ഭർത്താവ് മിസ്രി നമ്മളെ പെണ്ണ് ഒരു തീരുമാനിച്ചു. ജനങ്ങൾ കൊണ്ടുപോകാൻ ഇവിടെ തന്നെ വളരെ വ്യക്തമാണ് മദീന ആഗ്രഹിക്കുന്നു. ആ പ്രദേശത്തെ മിസ്രിലെ പണ്ഡിതന്മാർ വന്ന് ഈജിപ്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മയ്യത്ത് ചെയ്യാം. അദ്ദേഹം തീരുമാനിച്ചത് കൊണ്ടുപോകാൻ തന്നെയാണ്. തീരുമാനം മാറ്റൂലെന്ന് കണ്ടപ്പോ ഈജിപ്തിലെ ജനങ്ങൾ അന്നു രാത്രി തേങ്ങി മയ്യത്ത് അവിടെ ഉപകാരം ചെയ്തൊരു വലിയത്തായ പെണ്ണ്, ഒരു പെണ്ണിന്റെ മുന്നിൽ അടക്കം അങ്ങനെ അവരുടെ കരച്ചിൽ പടച്ചറപ്പ് നാളെ രാവിലെ മയ്യത്ത് സജ്ജമാക്കി തയ്യാറെടുപ്പുകൾക്ക് മധ്യേ ഇയാൾ ഉറങ്ങും. സ്വപ്നത്തിൽ
കൊണ്ട് ഇസ്ഹാഖിനോട് പറഞ്ഞു ഇസണ്ട അതാണെങ്കിൽ അവിടെ ആ കൊടുത്തപ്പെട പറയുന്നു പഠിച്ചു വളരെ വ്യക്തമല്ലേ നമ്മുടെ മുമ്പിലെ മഹദിയുടെ ജനങ്ങൾ എന്തിനായി ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലും അവിടെ പോയിട്ട് ദ്വാരപ്പി പറഞ്ഞു എന്തിനാ? അതൊക്കെ ചരിത്രമല്ലേ? ആ ചരിത്രം വസ്തുതയും മുമ്പിൽ വെച്ചുകൊണ്ട് നോക്കാം. മുസ്ലിം ലോകത്തിന്റെ പൈതൃകമേതാ? ഇമാമുല്ലാഹി അലൈഹി തങ്ങളുടെ മക്ബറക്ക് മുമ്പിൽ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങൾ വന്നായ ഞാൻ ദുആ ചെയ്യുകയും ചെയ്താൽ ആ നിമിഷം പരിഹരിച്ചു കിട്ടും. ഇമാം അബൂ ബഹുമാനപ്പെട്ട ഇതൊക്കെ കാണിച്ചൊരു മാതൃകക്ക് അപ്പുറത്തേക്ക് നമുക്ക് പിന്നെ ഏതാ പുതിയൊരു മാതൃക? ഈജിപ്തിൽ നമ്മുടെ സമൂഹം ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞത് ഈ ഗതിയാണോ നമ്മൾ അംഗീകരിക്കേണ്ടത്? അതോ നമ്മുടെ പൂർവ്വകാല പൈതൃകത്തെയാണോ അംഗീകരിക്കേണ്ടത്? അതാണ് ഇരിക്കേണ്ടത്. പൂർവ്വകാല നമ്മുടെ മുൻഗാമികൾ ചെയ്ത ഒരു പ്രവർത്തന മാർഗരേഖ നമുക്കൊരു മൗലിദ് ഉണ്ടാക്കി തന്നു. ഇത് ക്രോഡീകരിച്ചുകൊണ്ട് ഒന്നാമത്തെ മഖ്ദൂം അബൂ യഹ്യാ സൈലി തങ്ങൾ അംഗീകരിക്കുന്ന എഴുതിയപ്പോൾ അത് ശരിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. മഖ്ദൂമിന്റെ ഒരു സാഹിത്യം കൊള്ളാം, മഖ്ദൂമിന്റെ മറ്റേ സാഹിത്യം പാടില്ലെന്ന് പറയുന്ന ആളുകൾ. ഈ കാലഘട്ടത്തിലെ ജനസമൂഹത്തിന്റെ ചിന്ത ഇങ്ങനെ ആയിപ്പോയി. ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് കാരണം വിരുദ്ധ ഖാദി മുഹമ്മദ് കവിത എഴുതിയ എഴുതിയ എന്ന പ്രധാനമാണ്. മഖ്ദൂമിനെ ആദരിക്കാം, പക്ഷെ മഖ്ദൂമിനെ എന്ന് പറയുന്ന പണ്ഡിതൻ അവരെ പല തള്ളിക്കളയുക ചെറുപ്പ സങ്കുചിത ഉൽപ്പന്നത്തെ സത്യത്തിന്റെ ഈ സത്യവിന്റെ നമ്മുടെ പ്രവർത്തന ചില നിർപ്പണം ചെയ്ത് എന്താകുന്ന ഈ ഗോത്രീയത? ഈ ചോദ്യം അങ്ങ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു നിർവചനം. ലോക ചരിത്രത്തിൽ അതിന് തുല്യമായ നിർവചനം സമർപ്പിച്ച ഒറ്റ മനുഷ്യന്മാരുണ്ടായിട്ടില്ല, ഒരു ചിന്തകനും ഉണ്ടായിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു അൻ തുഈന ഖൗമക അലൽ ദുൽമ്, നിന്റെ ആളുകളെ നീ ദുൽമിന് സഹായിക്കലാണ് വർഗീയത. എന്ത് മനോഹരമായിരുന്നു! നിന്റെ ആളെ തെറ്റ് ചെയ്ത അങ്ങനെയാണെന്ന് ഏത് ഉണ്ടാകുന്നത് ബുദ്ധിജീവികൾ ആരെങ്കിലും മൗലികമായി ഇന്നിപ്പോ ഇന്ത്യ ഇന്ത്യയിൽ അധികാരത്തിലെത്തിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ദ്വാരക്കണ്ടാതാ.
ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും നശിപ്പിക്കുന്ന വർഗീയ വിധ്വംസക ശക്തികൾ ഈ രാജ്യത്ത് അപകടകരമായി വളരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയത ഫണം പടർത്തി ആടുകയാണ്. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സ്വന്തക്കാർ ചെയ്താൽ എന്തുമാകാം, മറ്റുള്ളവർ ചെയ്താൽ തെറ്റി എന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോഴല്ലേ ഈ വർഗീയത വരുന്നത്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഒരു സമൂഹത്തെ കണ്ടത് എങ്ങനെ? അവിടെ ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല, മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരും തുല്യൻ, ഓരോരുത്തരും അവനവന്റെ ഐഡന്റിറ്റി അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവത്തിലേക്കല്ലേ നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ കാലികമായി നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വർഗീയ പ്രശ്നമാണെങ്കിലും ഇനി സ്നേഹദാരിദ്ര്യ പ്രശ്നമാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അപകടപ്പെടുന്ന വലിയൊരു വിഷയമാണ് സ്നേഹദാരിദ്ര്യം. നമ്മൾ ഇന്നലെ വരെ പത്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയം. നബിദിനം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ വളരെയധികം ഉയർത്തി കാണിക്കേണ്ട ഒരു കാര്യമാണ് കൊച്ചു കുട്ടികളോട് പോലും സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളുകൾ, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്നവര്. ഷഫീഖ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയെ ഉമ്മയും ഉപ്പയും പീഡിപ്പിച്ചിട്ട് വെല്ലൂർ ആശുപത്രിയിൽ ആ കുട്ടി ജീവന്റെയും മരണത്തിന്റെയും ഇടയ്ക്ക് ഒരു നൂൽപ്പാലത്തിൽ കഴിഞ്ഞതൊക്കെ നമ്മൾ വായിച്ചു. സംഗതി വശാൽ ആ കുട്ടി ജീവിതത്തിലേക്ക് ഡോക്ടർമാരുടെ കിണഞ്ഞ പരിശ്രമം കൊണ്ട് കടന്നു വന്നു. ഒരുപാട് ആളുകൾ ആ കുഞ്ഞിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കാലിക സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമാണ്. നിങ്ങളെ മനസ്സിലിട്ടാവും തൂക്കി നോക്കി ഈ കുഞ്ഞിന്റെ ഗതി. ഈ കുഞ്ഞിന് സ്വന്തം ബാപ്പ കരുണ കൊടുത്തില്ല, സ്വന്തം ഉമ്മ കരുണ കൊടുത്തില്ല. റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന എത്ര സ്ത്രീകളെ നമ്മൾ കാണുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് പോലും മനസ്സിലാക്കി. എന്തിനധികം മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ ഒരു പിതാവിനെ സ്വന്തം മകൻ കത്തിയെടുത്ത് കുത്തിക്കൊന്നത്, ആശുപത്രിയിലേക്ക് പോലും ബാപ്പ എത്താത്ത വിധം കുത്തിക്കൊന്നു. എന്താ കാര്യം? ഭൂമി വിറ്റ തർക്കത്തിൽ ബാപ്പ കമ്മീഷൻ മകന് കൊടുത്തില്ല. കമ്മീഷന്റെ നോട്ടുകെട്ടിന്റെ വില പോലും ബാപ്പാക്ക് കൽപ്പിക്കാത്ത മകൻ. മാതാപിതാ ബന്ധം പോലും ഇങ്ങനെയായോ? പിതൃപുത്ര ബന്ധം പോലും ഇങ്ങനെയായോ? സ്നേഹം കൊടുത്തെങ്കിലല്ലേ സ്നേഹം കിട്ടൂ. അവിടെയാണ് നമ്മൾ 14 നൂറ്റാണ്ടപ്പുറം അള്ളാഹുവിന്റെ തിരുദൂതർ കൊടുത്ത സ്നേഹത്തിന്റെ ചിത്രം വായിക്കേണ്ടത്, ആ സ്നേഹത്തിന്റെ ചരിത്രം കാണേണ്ടത്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സ്നേഹം കൊടുത്ത ഒരു കൊച്ചു ഉദാഹരണം നോക്ക് നിങ്ങൾ. സുഅദ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ കുട്ടി, ആ കുട്ടിയുടെ പിതാവ് ഹാരിസത്ത് എന്ന് പറയുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി ഈ കുഞ്ഞിനെ പോറ്റുന്നു. 8 വയസ്സ് പ്രായമായ ഒരു കുട്ടി. ഒരു ചെറിയ ചരിത്രത്തിന്റെ ശകലം നോക്കും നിങ്ങൾ. നബി ചരിത്രത്തിൽ നിന്ന് സ്നേഹം എങ്ങനെ കൊടുക്കണം, കൊടുത്താൽ എന്ത് കിട്ടുമെന്നതിന്റെ മകുടമായ ഉദാഹരണം. ഈ സുഅദ എന്ന് പറയുന്ന പെണ്ണ് തന്റെ കുടുംബത്തിലൊരു സൽക്കാരം, ആ സൽക്കാരത്തിന് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഭർത്താവ് പറഞ്ഞു, പ്രശ്നമുള്ള കാലഘട്ടമാണ്, ഗോത്രങ്ങൾ തമ്മിൽ തർക്കവും സംഘടനകളും, ഇത്തരം ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ എതിർപ്പുള്ള ഗോത്രം കയറി ആക്രമിച്ച് കുഴപ്പമുണ്ടാക്കും. അത് ആ കാലഘട്ടത്തിന്റെ സ്വാഭാവിക പ്രതിഭാസമാണ്. സുഅദയോട് പറഞ്ഞു കൊണ്ടുപോകേണ്ട മകനെ. പക്ഷേ ഒരു പെൺകുട്ടിയാകുമ്പോൾ സ്വാഭാവികമായും പെണ്ണിന് തന്റെ മകളെ കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടാവും. 8 വയസ്സ് പ്രായം സെയ്ദ് എന്ന സുഅദ കൊള്ളച്ച വെച്ചു കൊണ്ടുപോയി അവനോട് വിവരം ദുഃഖം അവർ നേരെ കൂട്ടത്തിൽ കുറച്ച് അടിമകൾ ഹക്കീം ഇതിന്റെ മകനാണ് ഈ കുട്ടിയുടെ ഇവിടെ ഈ അടി കൊണ്ട് ഖദീജ ബീവിന്റെ തിരു നടന്നു തനിക്ക് ഖദീജ ജീവിക്ക ഈ പെണ്ണ് പ്രിയപ്പെട്ട ബാധിച്ചു ദുഃഖിച്ചു കിതാബ്
എന്റെ കുട്ടിയും വരുമ്പോൾ എനിക്ക് ഈ കഴിയും സംഘം ഒന്നിച്ച് ഇങ്ങനെ ചെയ്തതിനെ കണ്ടോ ഇവിടെ വീട്ടിലുണ്ട് മുസഫ എത്ര സ്വലാത്ത വിവരം പറഞ്ഞു ഇയാൾക്ക് ഈ മനുഷ്യൻ പ്രിയപ്പെട്ട തരാം അമാനത്ത് നിങ്ങളെ കുട്ടി നിങ്ങളടുത്തുണ്ട് സെയ്ദ്, ആ കുട്ടി എന്റെ കുട്ടിയാണ്. നബി തങ്ങൾ പറഞ്ഞു അത് നിങ്ങളെ കുട്ടിയാണെങ്കിൽ തിരിച്ചു തരാൻ എന്തിനാ പാരിതോഷികം? വീട്ടിലേക്ക് പോയി സെയ്ദിനെ വിളിച്ചു. അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് സെയ്ദിനെ വിളിച്ചിട്ട് നബി തങ്ങൾ ചോദിച്ചു, മോനെ ഇതാരാ? സെയ്ദ് പറഞ്ഞു, ആ കാണുന്നത് എന്റെ ഉപ്പയാണ് ഹാരിസത്ത്, മറ്റതെന്റെ പിതൃവ്യനാണ്, ഉപ്പാന്റെ സഹോദരനാണ്, അത് കഅബാണ്. രണ്ടുപേരെയും കുട്ടി ഐഡന്റിഫൈ ചെയ്തു, തിരിച്ചറിഞ്ഞപ്പോൾ നബി തങ്ങൾ അവരെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ചോദിച്ച ചോദ്യം പരിശുദ്ധ ചരിത്രത്തിലുണ്ട്, മനോഹരമായിട്ട് താരീഖിലുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, പൊന്നു മോനെ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കൂടെ പോയിക്കോ, നിനക്ക് നിന്റെ ബാപ്പയും എളാപ്പയുമാണ് വന്നിരിക്കുന്നത്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ പോയിക്കടാ. വൈൻ ഷിഖ്ത അക്കം തമഴി, അതല്ല നിനക്ക് എന്റെ കൂടെ നിൽക്കാനാണോ താല്പര്യം, എന്നാൽ എന്റെ കൂടെ നിന്നോ, നീ ഇഷ്ടം പോലെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ നിമിഷം രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ആ കുട്ടി ഖണ്ഡിതമായി അപ്പ തന്നെ പറഞ്ഞു, ഞാൻ പോകൂല. ഈ ബാപ്പ പൊട്ടിക്കരഞ്ഞു പോയി. 8 വർഷം പോറ്റി വളർത്തിയ കുട്ടി കുറച്ചു കാലം നബിത്തങ്ങടുത്ത് വന്നപ്പോഴേക്കും കുട്ടി പറയുന്നു, ഞാൻ വരില്ല. ഈ ബാപ്പ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, പൊന്നുമോനെ, ഞാൻ തന്ന സ്നേഹം നീ മറന്നടാ, നിന്റെ ഉമ്മ നിനക്ക് വെച്ച് നീട്ടിയ സ്നേഹം നീ വിട്ടുപോയോ? ഈ കുട്ടിയോട് വൈകാരികമായി പിതാവ് ചോദിച്ചപ്പോ കുട്ടി വളരെ വേദനിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഉപ്പ, നിങ്ങളും ഉമ്മയും എനിക്ക് തന്ന സ്നേഹം എനിക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല, ഞാൻ നിങ്ങളോട് നന്ദി കേട് കാണിക്കില്ല. പക്ഷേ ഈ ഇരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങൾ എനിക്ക് അതിനേക്കാൾ വലിയ സ്നേഹമാണ് തന്നത്. എന്റെ ഉമ്മ തന്ന സ്നേഹവും എന്റെ ഉപ്പ തന്ന സ്നേഹവും ഒരുമിച്ച് ഈ വ്യക്തി എനിക്ക് തന്നു വല്ലാത്ത സ്നേഹം. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരും വലിച്ചെറിയുന്നവരും പഠിക്കുക, കുട്ടികളെ കൊല ചെയ്യുന്നവർ പഠിക്കുക, ബാലപീഡനത്തിന്റെ കാലഘട്ടത്തിൽ പഠിക്കുക. ഈ കൊച്ചു കുട്ടിക്ക് നബി തങ്ങൾ കൊടുത്ത സ്നേഹം മനസ്സിലങ്ങ് പിടിച്ചിട്ട് ഈ കുട്ടി പറഞ്ഞു, ഉപ്പ, നിങ്ങളോട് സ്നേഹമില്ലായക കൊണ്ടല്ല, ഉമ്മയോട് സ്നേഹമില്ലായക കൊണ്ടല്ല, ഈ മഹാൻ എനിക്ക് തന്ന സ്നേഹം വിട്ടുപോരാൻ എന്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ്, ഈ മഹാന്റെ സ്നേഹം ഇട്ടേച്ച് പോകാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഒരു കുട്ടിയുടെ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കാണുക. ഇതല്ലേ മൗലിദിന്റെ കിതാബ് മറിച്ചു വെച്ചിട്ട് അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിഥല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ഇതന്നെയാണ് സ്നേഹം. ഈ സ്നേഹം ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ നമ്മളിങ്ങനെ ചൊല്ലി വരിക. അപ്പൊ ആ കുട്ടി ശരിക്കും പറയാണ്, ഈ പിതാവാണ് ഇതെന്റെ മാതാവാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു കാലത്തെ ജീവിതം കൊണ്ട്, ഒരു ചെറിയ പീരീഡ് കൊണ്ട് ഈ കുട്ടിയെ ശരിക്കും നബി തങ്ങൾക്ക് തന്റെ മനസ്സിലേക്ക് അടുപ്പിച്ച് നിർത്താൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു വല്ലാത്ത സ്നേഹമല്ലേ, പിരിയാൻ കഴിയാത്ത വല്ലാത്തൊരു ബന്ധമല്ലേ അത്. ആ ഒരു ബന്ധം അല്ലാഹുവിന്റെ തിരുദൂതർ സമൂഹത്തിന് കാഴ്ചവെച്ചുവെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിനോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹം ഇതാണ്. ഒരു പിതാവ് കാണിക്കേണ്ട സ്നേഹം, പിതാവിനോട് കുട്ടി കാണിക്കേണ്ട സ്നേഹം. ഈ മാതാപിതാ ബന്ധം ശരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ശരിക്കും നിലനിൽക്കുമ്പോഴല്ലേ മനുഷ്യ സമൂഹത്തിന്റെ ജീവിതം സുഭിക്ഷമാകൂ എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇന്നിപ്പോ മനുഷ്യനൊക്കെ രോഗമല്ലേ, രോഗമില്ലാത്ത മനുഷ്യന്മാരാരാ? എന്തെങ്കിലും ഒരു രോഗം പേറി ചികിത്സയ്ക്ക് വിധേയരാകാത്ത മനുഷ്യന്റെ മക്കൾ ഇന്ന് ആരാ? എന്താണ് അതിന്റെ കാരണം?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും മാരകമായ രോഗത്തിന്റെ മുഴുവൻ മൂലകാരണം എന്താ? മറ്റൊന്നുമല്ല, രോഗത്തിന്റെ സകല മൂലകാരണവും ടെൻഷനാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാത്ത സുഭിക്ഷമായ ഒരു ജീവിതം ദീർഘായുസോടെ ലഭിക്കണോ? നിങ്ങൾക്ക് സുഭിക്ഷമായ ഒരു ജീവിതം സൗഖ്യത്തോടെ കിട്ടണോ? അതിന് മറുപടിയായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എന്താ? ഒറ്റ മൂല്യം, ഒരൊറ്റ ചികിത്സ. നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ ദീർഘായുസോടെ സുഖമായിട്ട് ജീവിക്കണോ? ദീർഘായുസ് നിങ്ങൾക്ക് വേണോ? മനസമാധാനം വേണോ? ഒറ്റ മറുപടി എന്താ? ഫല്യസിൽ റഹിമഹു, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്ത് പിടിക്കുക. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഈ കുടുംബ ബന്ധം ചേർത്ത് പിടിക്കുക എന്നുള്ള വലിയ പ്രാധാന്യ ഒരു നബിദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശം ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതെന്നറിയോ? ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് എങ്ങനെയാണ് കുടുംബ ബന്ധം പുലർത്തേണ്ടത് എന്നതിന്റെ രീതിശാസ്ത്രം ശരിക്കും പഠിപ്പിച്ചു. എങ്ങനെ രീതിശാസ്ത്രം? അതിന്റെ രീതിശാസ്ത്രം വ്യക്തമായി പറഞ്ഞു. ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും, കുടുംബത്തിലുള്ള ആൾക്കാരോട് നല്ലത് ചെയ്യാം. ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരുടെ അവരോടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്തു കൊടുക്കുക. ഒരാൾ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം നേടാൻ പ്രയാസമുണ്ട്, നമ്മൾ സഹായിക്കുക. നമുക്ക് പടച്ചറപ്പ് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കുക. അതിന്റെ അതിനാമർത്തവ ഏറ്റവും താഴ്ന്ന പടി, കുടുംബ ബന്ധം പുലർത്തേണ്ടതിന്റെ ഏറ്റവും താഴ്ന്ന പടി ഏതാ? ഹത്താ ബിസിയാറത്തി. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഹത്താ ബിസിയാറത്തി, ഒരു സന്ദർശനെങ്കിലും നടത്തുക. വകലാമിൽ ബുദ്ധി, ഒരു നല്ല വാക്ക് പറയാ. നബിദിനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അത്. നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ താമസിക്കുന്ന ആൾക്കാരെ ഒന്ന് സന്ദർശിക്കെങ്കിലും ചെയ്യുക, ഒരു നല്ല വാക്കെങ്കിലും പറയും. ആർക്കതിന് സമയമുള്ളത്? ആർക്കതിന് സമയമുണ്ട്? അവനാന്റെ ബാപ്പ വഴിയും ഉമ്മ വഴിയുമുള്ള കുടുംബങ്ങളെ, അല്ലെങ്കിൽ വിവാഹബന്ധം വഴിയുള്ള കുടുംബങ്ങളെ ഇതുപോലെ പരിഗണിക്കുന്ന മനുഷ്യന്മാരെവിടെയാ? കുടുംബ ബന്ധങ്ങളുടെ പരിഗണനകൾ മുഴുവൻ നമ്മുടെ സമൂഹത്തിന് പോയില്ലേ? നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് അതിന് സമയമുണ്ട്. ഒരു യാന്ത്രിക യുഗത്തിലല്ലേ? ചിലപ്പോൾ അവന്റെ കയ്യിൽ നല്ല മനോഹരമായ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും. ആ ഫോണിൽ അവന്റെ നെറ്റ് കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ വെച്ചുകൊണ്ട് അവൻ ഫേസ്ബുക്കിലൂടെ ഒരുപാട് കൂട്ടുകാരെ തേടിയിട്ടുണ്ടാവും. പുതിയ കൂട്ടുകാര്, പുതിയ ഒരു തമ്മാടി പട തന്നെ അവന്റെ കൂട്ടിനുണ്ടാവും. എല്ലാം അവന്റെ രാത്രികൾ പകലാക്കിക്കൊണ്ട് ചാറ്റ് ചെയ്യുവാനും അവനുമായി ആശയങ്ങൾ കൈമാറ്റം ചെയ്യുക ഒരു മരവിച്ച മനസ്സുമായി നിൽക്കുന്ന ചെറുപ്പക്കാരെ കണ്ടില്ലേ നിങ്ങൾ? അമേരിക്കയിലേക്ക് ഒരു ഭ്രാന്തായിട്ടുണ്ട് യുവാക്കൾക്ക് എന്നാ പറയുന്നത്. ഇങ്ങനെ ചാറ്റ് ചെയ്ത് രാത്രി പകലാക്കി കുടുംബ ബന്ധം പോലും തകർന്ന് തരിപ്പണമാകുന്നു. മനുഷ്യന്റെ മക്കൾ ഈ ജാതി മൃഗങ്ങളെ പോലെ ആകാൻ പാടുണ്ടോ? നമുക്കൊക്കെ ഒരു വ്യക്തമായ ജീവിത രേഖയില്ലേ? അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആവശ്യത്തിന് ഈ നെറ്റ്വർക്ക് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ ജനറൽ സെക്രട്ടറി ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് വരുന്നുണ്ട്. അള്ളാഹു മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ കീഴിൽ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ സോഷ്യൽ ആണ് പലപ്പോഴും അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലേക്ക് വരുന്നത് ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ അവസാനിപ്പിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സോഷ്യൽ മീഡിയകളിൽ കണ്ണുനട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ജീവിതം ഹോമിക്കുകയാണ്. അവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും സാമൂഹ്യ നീതിബോധം പകർത്തുകയും വേണം എന്ന് പറഞ്ഞ പഴമയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. തന്നെ നമ്മളൊക്കെ നമ്മുടെ പഴമയിലേക്ക് തിരിച്ചുപോയി പഴയകാല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴയ രീതിശാസ്ത്രം, അതിൽപ്പെട്ടതാണ് മൗലിദ്, അതിൽപ്പെട്ടതാണ് നബിദിനാഘോഷം, അതിൽപ്പെട്ടതാണ് ഇത്തരം അനുബന്ധ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് പഠിപ്പിച്ചത്. ഇതൊക്കെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് പകർന്നത്. ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർക്കുകയും അത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഭിന്നതകളും അപകടങ്ങളും അപക്വമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും അവർക്ക് പറയാനുള്ളതാ. ഇപ്പൊ ഞാൻ ഉസ്താദിനെ ഇരുത്തിക്കൊണ്ട് പറയില്ല, ഉസ്താദിന്റെ വളരെ രസകരമായ ഒരു സംഭവം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം നടന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ മൊത്തം ചർച്ച നടക്കുമ്പോൾ ഐക്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ വിവാഹമോചന സംബന്ധമായ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ചയ്ക്ക് വന്ന് നമുക്കറിയാമല്ലോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിക്കാഹ് കഴിച്ചാൽ ഇപ്പോഴുണ്ടാകുന്ന പൊല്ലാപ്പും പ്രശ്നങ്ങളും അതിനെതിരെ മുസ്ലിം സംഘടനയിൽ യോഗം ചേർന്നതും ആ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ആ വിഷയത്തിന്റെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഉസ്താദ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നീട്ടി പറയുന്നില്ല. ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ഒരു വിദഈ പ്രസ്ഥാനത്തിന്റെ നായകൻ, പേര് ഞാൻ പറയാതിരിക്കുക, ഒരു സുല്ലമി, അദ്ദേഹം പറഞ്ഞു തരേ ഈ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പൗരോഹിത്യം പോയപ്പോഴാണ് ഈ കുഴപ്പമുണ്ടായത്. നിക്കാഹ് കഴിപ്പിക്കാൻ പോണെന്തിനാ? അത് പിതാവിന് പറഞ്ഞു കൊടുത്താൽ പോരെ? പിന്നെ ഈ പുരുഷനെ കയറ്റി ചെല്ലിയാ പോരെ? ഒന്ന് ചൊല്ലി കൊടുക്കണം നിക്കാഹ് ഒന്ന് ചൊല്ലി കൊടുക്കേണ്ട ആവശ്യം പൗരോഹിത്യല്ലേ എന്ന് പറഞ്ഞു തരേ. അപ്പൊ ഞാൻ അത്ഭുതപ്പെടുക. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഉസ്താദ് അവിടുന്ന് തന്നെ അതിന് വളരെ വ്യക്തമായൊരു മറുപടി പറഞ്ഞു. അവിടെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന സേദ്യ ഉസ്താദ് അതിന് പറഞ്ഞ മറുപടി ഞാൻ അഭിമാനത്തോടെ പറയാം. അദ്ദേഹം പറഞ്ഞ മറുപടി,
ഇവിടെ ഈ ഇരിക്കുന്ന മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഗവർണർ ചൊല്ലിക്കൊടുക്കാറുണ്ട്. അത് മന്ത്രിമാർക്ക് ചെല്ലാൻ കഴിയാത്തതുകൊണ്ടല്ലോ. അതൊക്കെ അങ്ങനെ തന്നെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു മറുപടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും ചിരിച്ചു പോയി എന്നാണ്. പിന്നെ അദ്ദേഹം തന്നെ പലരോടും പറഞ്ഞു ഈ സംഭവം ഉസ്താദിന്റെ ആ സന്ദർഭോചിതമായ മറുപടി അത് ശംസുലമയുടെ മറുപടി പോലെയാ. ശരിക്കും ശംസുലം അങ്ങനെ ഏത് വിഷയം വന്നാലും ഉടനെ മറുപടി ബദാഹത്തുൽ ശംസുലമയെ കുറിച്ച് ഒരു കവി അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു വിഷയം വന്നാൽ അപ്പം മറുപടി പറയാൻ കഴിയാ. അയാൾ മിണ്ടിയില്ല എത്ര. പിന്നെ അപ്പൊ ആലോചിച്ച് നോക്കണം. പിന്നെ കാതി തന്നെ നിക്കാഹ് കഴിച്ചു കൊടുക്കേണ്ട ചില രംഗണ്ടാവും. അത് ഉസ്താദ് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ നോക്കണം നിങ്ങൾ, ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ പഴമയിലേക്ക് തന്നെ മടങ്ങുക. അദ്ദേഹം ആ കൊടുത്ത മറുപടി മന്ത്രിമാർക്ക് പോലും വളരെ ഹഠാത് ആകർഷിക്കുകയും അദ്ദേഹത്തിന്റെ മഹത്വം അവർ എടുത്തു പറയുകയും ചെയ്യും. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പൂർവിക പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മുറുകെ പിടിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രചോദനവും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കൾ നേതൃത്വം നൽകുമ്പോൾ അതേ പാതയിൽ തന്നെ മുന്നോട്ട് പോകാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ പാതയിലേക്കാണ് പുതിയ പ്രവർത്തകരും നേതാക്കളും ഒക്കെ കടന്നു വരുന്നത്. ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് പലരും കടന്നു വരുന്നത് സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കാനുള്ളത് കൊണ്ട് മാത്രം ഉസ്താദ് വന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.